ഞാൻ സുജൻ ഭൂപതി, വിളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് ഒരു ആമുഖം ആദ്യമായി പറയട്ടെ. 589.5 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കേരളത്തിൻ്റെ തീരദേശം തഴുകിപ്പോകുന്ന ജില്ലകളിലൊന്നായ തൃശ്ശൂരിലെ 86 ഗ്രാമപഞ്ചായത്തുകളിൽ വലിപ്പം കൊണ്ടും ജനസംഖ്യയും കൊണ്ടും മുന്നിൽ നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് വിളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത്. 26.61 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ 21 വാർഡുകളിലായിട്ട് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 2011 സെൻസസ് പ്രകാരം 48,000 വരുന്ന ജനസംഖ്യ ഇവിടെ നിവസിക്കുന്നുണ്ട്. വെള്ളാങ്കല്ലൂർ ബ്ലോക്കിൽപ്പെട്ട 5 പഞ്ചായത്തുകളിലെ ഒരു പഞ്ചായത്താണ് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത്. തെക്കുംകര, കാരുമാത്ര, വടക്കുംകര വില്ലേജുകൾ ഉൾപ്പെടെ വേളൂക്കര, പൂമംഗലം, പടിയൂർ ഗ്രാമപഞ്ചായത്തുകളും അതിരിടുന്ന ഈ പഞ്ചായത്തിന്റെ തെക്ക് കരൂപ്പടന്നപ്പുഴയും, കിഴക്ക് പുത്തഞ്ചിറ, വേളൂക്കര ഗ്രാമപഞ്ചായത്തുകളും പടിഞ്ഞാറ് കനോലിക്കനാലും അതിരിടുന്ന വെള്ളാങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉൾപ്പെടുന്നത്. കേരളത്തിലെ 941 വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്തായ വെള്ളാങ്ങല്ലൂർ കനോലിക്കനാലിന്റെ കിഴക്കുവശം ചേർന്ന് ധാരാളം ചെങ്കുത്തായ കുന്നുകളും താഴ്വരകളും നിരവധി ഉപ്പുജല തടാകങ്ങളും അതുപോലെ തന്നെ കായലുകളും ഉൾപ്പെടുന്ന ഈ പഞ്ചായത്തിൻ്റെ സവിശേഷമായൊരു ഭൂപ്രകൃതി തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. നല്ലൊരു ശതമാനവും ഇവിടുത്തെ ജനങ്ങൾ ഉൾനാടൻ മത്സ്യബന്ധനവും കൃഷിയും കന്നുകാലി വളർത്തലും ചെറുകിട കച്ചവടവും മറ്റും ഉപജീവനമാക്കി ജീവിക്കുന്ന മനുഷ്യരാണ്. അതിനാൽ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് വസ്തുനികുതി, തൊഴിൽ നികുതി, ലൈസൻസ് ഫീ മുതലായവയാണ്. മറ്റൊന്ന്, ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ സവിശേഷമായ ഭൂപ്രകൃതിയെയും ആവാസ വ്യവസ്ഥയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇവിടെ മാറി മാറി വരുന്ന ഭരണസമിതികൾ അതിനനുസരിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കി വരുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം അനിവാര്യ ചുമതലകൾ നിറവേറ്റുക എന്നതിനപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി വൈവിധ്യപൂർണമായ ഭാവനാസമ്പന്നമായ ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടത്. ഗ്രാമപഞ്ചായത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ മാലിന്യ സംസ്കരണം, കുടിവെള്ള വിതരണം, വൈദ്യുതി വിതരണം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കൊപ്പം ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ ഗ്രാമപഞ്ചായത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മുകേഷ്. ഞാൻ ഈ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കുന്നത് ഡിസംബർ 21, 2020 സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നിരവധിയായിട്ടുള്ള പ്രൊജക്റ്റുകൾക്കും തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം ഞങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചത്. പ്രധാനമായിട്ടുള്ള നമ്മുടെ മേഖലയെ ഒരു ടൂറിസം മേഖലയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ കുടിവെള്ളക്ഷാമം നേരിടുന്നവർക്ക് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യവും, അതേപോലെ തന്നെ സംരംഭക വർഷവും സംരംഭകത്വം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ശില്പശാല നമ്മൾ വയ്ക്കുകയും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പഞ്ചായത്ത് രാജിൽ നമ്മുടെ ഒരു പേജ് തന്നെ നമുക്ക് വേണ്ടി സംരംഭകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള പഞ്ചായത്ത് രാജ് പ്രസിദ്ധീകരണം പോലും അതിൽ നമ്മുടെ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ അടിച്ചു. ആ ഇതും വെച്ച് മുന്നോട്ട് പോവുകയും നമുക്ക് രണ്ടാം സർക്കാരിൻ്റെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ട് 2022-2023 സംരംഭകത്വ ജില്ലയിലെ തൃശ്ശൂർ ജില്ലയിൽ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിനാണ് നമുക്ക് സംരംഭകത്വ അവാർഡ് ലഭിച്ചത്. മറ്റൊരു മേഖലയാണ് ആരോഗ്യ മേഖല. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വൻതോതിൽ ആ മേഖലയിൽ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് മാറുന്ന കാലാവസ്ഥയിൽ
ഉയർന്നു വരുന്ന സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ തടയുന്നതിനും പ്രതിവിധി നേടുന്നതിനും നമുക്കായിട്ടുണ്ട്. അവിടുത്തെ സ്റ്റാഫ് പാറ്റേൺ മാറ്റിക്കൊണ്ട് സേവന വേതന വ്യവസ്ഥകൾ പുതുക്കിക്കൊണ്ട് സർക്കാർ നിർദ്ദേശപ്രകാരം കഴിയാവുന്നത്ര പോസ്റ്റുകളിലേക്ക് താൽക്കാലിക ജീവനക്കാരെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ആരോഗ്യരംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാനായി. ആരോഗ്യരംഗത്ത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കിടപ്പ് രോഗികൾക്കായിട്ടുള്ള മികച്ച സാന്ത്വന പരിചരണ സംവിധാനങ്ങളും വെള്ളാങ്കല്ലൂർ ഒരുക്കിയിട്ടുണ്ട്. തന്നെ മാതൃകയായി പറയാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലിയേറ്റീവ് കേന്ദ്രം ബ്ലോക്കിന്റെ കീഴിലായിരുന്നു പാലിയേറ്റീവ് കേന്ദ്രം, അത് പഞ്ചായത്തിന് വിട്ടു തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ സൗകര്യത്തോടു കൂടി പാലിയേറ്റീവ് കേന്ദ്രം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളില്ല, എല്ലാവർക്കും സൗകര്യം എത്തിക്കുന്ന രീതിയിലേക്കുള്ള മാതൃകാപരമായിട്ടുള്ള പാലിയേറ്റീവ് കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന വെള്ളാങ്കല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിൽ 3 ഡോക്ടർമാർ അടക്കം വിവിധ സ്റ്റാഫുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായിട്ടുള്ള വളരെയധികം കാര്യങ്ങൾ നമ്മളിവിടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനോട് അനുബന്ധിച്ച് പ്രവർത്തനങ്ങൾ നൽകുന്നുണ്ട്. ഇതിൽ വളരെയധികം സഹായങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്താണ്. അതിൽ ആശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ പ്രോജക്റ്റുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. മരുന്ന് ആവശ്യമായി വരുന്ന സപ്ലൈക്ക് കൂടുതലായിട്ട് വേണ്ടി വരുന്ന മരുന്നുകൾ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു പ്രോജക്റ്റാണ് പാലിയേറ്റീവ് രോഗികളുടെ പരിചരണം. അത് അതിൽ ഏകദേശം 10 ലക്ഷത്തിന് മുകളിലായിട്ടുള്ള സംഖ്യ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലിയേറ്റീവ് പരിചരണവും മരുന്ന് വാഹനങ്ങളും മരുന്നും ഉപകരണങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാതും കൂടി വേറൊരു പ്രോജക്റ്റും കൂടി ഇതിൽ നിലവിലുണ്ട്. അതുകൂടാതെ അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായിട്ട് മരുന്ന് ചികിത്സാ അനുബന്ധ പ്രവർത്തനങ്ങൾ നൽകുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധ്യതകൾ സൗജന്യമായിട്ട് നൽകുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് നൽകുന്നു. അവർക്കായിട്ട് ആവശ്യമായിട്ടുള്ള കുടുംബാംഗങ്ങൾക്കടക്കം ആവശ്യമായിട്ടുള്ള മരുന്നുകളോ മറ്റു ചികിത്സാനുബന്ധ ഉപകരണങ്ങളോ നൽകുന്നു. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള ധനസഹായം നൽകുന്നുണ്ട്. 4 ലക്ഷം രൂപയാണ് അതിലേക്ക് പ്രോജക്റ്റിലേക്ക് വകയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രോജക്റ്റിലൂടെയാണ് നമ്മൾ നൽകുന്നത്. പിന്നെ ക്യാൻ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാൻസറിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രോജക്റ്റുമുണ്ട്. ക്യാൻസറുകളെ ആദ്യമേ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഡയഗ്നോസിസ് കാര്യങ്ങൾ എത്തിക്കുന്നതിനും എല്ലാത്തിനും ആവശ്യമായിട്ട് ക്യാൻ തൃശ്ശൂർ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് നിലവിൽ നമുക്കുണ്ട്. മറ്റൊരു മേഖല വിദ്യാഭ്യാസ മേഖലയാണ്. സംസ്ഥാനം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ നേടിയിട്ടുള്ള നേട്ടങ്ങളെ പിന്തുടർന്നുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. മുൻതൂക്കം നൽകിക്കൊണ്ടാണ് പൈങ്ങോട് LP സ്കൂളിലേക്ക് നമ്മൾ പറയുന്നത്. പൈങ്ങോട് സ്കൂളിൻ്റെ പ്രവർത്തനം നമ്മുടെ SSK ഫണ്ടും വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടും ഉപയോഗിച്ചിട്ടാണ് ഇത്ര അതിമനോഹരമായിട്ടാണ് സ്കൂളിൻ്റെ പ്രവർത്തനം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. 1960 തുടങ്ങിയതാണ് വിദ്യാലയം.
ആരംഭകാലത്തുള്ള പഴയ 2 ബിൽഡിങ്ങുമായിട്ട് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് 2021-22 നമുക്ക് സ്റ്റാർസ് പ്രീ പ്രൈമറി BRC SSK നമുക്കൊരു ഫണ്ട് അനുവദിച്ചിരുന്നു 10 ലക്ഷം രൂപ. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രീ പ്രൈമറി സെക്ഷൻ കുട്ടികൾക്ക് കളിയിടങ്ങളും വരയിടങ്ങളും അരങ്ങിടം ഗണിതയിടം അങ്ങനെയുള്ള പല 13 ഇടങ്ങളോടുകൂടി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിച്ചു. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് നമുക്ക് നല്ല സപ്പോർട്ടീവായിരുന്നു. നമുക്കൊരു 10 ലക്ഷത്തോളം രൂപ അതിനോടനുബന്ധിച്ച് അനുവദിച്ചിരുന്നു. ഓണത്തുകുന്ന് സ്കൂള് നമ്മുടെ തീരദേശ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. കിഫ്ബിയാണ് അതിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. 2,27 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിന് സ്മാർട്ട് അംഗനവാടി ഏകദേശം 70 ലക്ഷത്തിന് മേലെ രൂപ ചെലവഴിച്ചുകൊണ്ട് വാർഡ് 8, വാർഡ് 15, വാർഡ് 8-ൽ 2 സ്മാർട്ട് അംഗനവാടികളും വാർഡ് 15-ൽ 1 സ്മാർട്ട് അംഗനവാടി അടക്കം 3 സ്മാർട്ട് അംഗനവാടികളാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ LP സ്കൂളുകളിൽ അവരുടെ പരിസരങ്ങളും അവരുടെ കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ആ മേഖലയിൽ മികച്ച ഇടപെടൽ നടത്താനായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ സ്റ്റാർസ് മോഡൽ എന്ന സർക്കാർ BRC വഴി നടപ്പിലാക്കിയ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് സ്കൂളുകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കാൻ ഈ ഗ്രാമപഞ്ചായത്തിനായിട്ടുണ്ട്. മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയിൽ അംഗൻവാടികളിൽ നമ്മൾ നടത്തിയ ഇടപെടലുകളും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള 33 അംഗനവാടികളിൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന 33ഓളം വരുന്ന അംഗനവാടികളിൽ 3 അംഗനവാടികളെ ഇപ്പോൾ തന്നെ സ്മാർട്ട് അംഗനവാടികളായിട്ട് ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച. മറ്റൊന്ന് ടൂറിസം മേഖലയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇൻലാൻഡ് ടൂറിസം, ആഭ്യന്തര ടൂറിസം കൊണ്ടാണ് നമുക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുക എന്നത് എല്ലാ പണ്ഡിത ശ്രേഷ്ഠരായ ആൾക്കാരും നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് കനോലി കനാലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളുടെ സൗന്ദര്യാത്മകത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ പ്രദേശത്തെ വൻ ഒരു ടൂറിസം മേഖലയാക്കി വിപുലീകരിക്കാനും അതിനനുസരിച്ച് തൊഴിൽ മേഖല വളർത്തിയെടുക്കാനും ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം ശ്രമിച്ചിട്ടുണ്ട്. ചീപ്പ് ചിറ ടൂറിസം എന്നൊരു പദ്ധതി തന്നെ ഇതിനായി നാം രൂപീകരിച്ചിട്ടുണ്ട്. പ്രകൃതി രമണീയവും പ്രശാന്തസുന്ദരവുമായ ഇടങ്ങളാണ് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കെട്ടുചിറ, പൂവത്തുംകടവ്, ചീപ്പുചിറ, പെഴുങ്കാട്, കരൂപ്പടന്ന, കടലായി തുടങ്ങിയ പ്രദേശങ്ങൾ. NH-17 കിഴക്കുഭാഗത്ത് കനോലി കനാലിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഭൂമിക. വടക്ക് പടിഞ്ഞാറ് അതിർത്തിയായ കെട്ടുചിറ മുതൽ തെക്ക് കിഴക്ക് അതിർത്തിയായ കടലായി വരെ കരകളെ പുണർന്ന് കനോലി കനാലും കരൂപ്പടന്ന പുഴയും ഒഴുകുന്നു. ഈ പ്രദേശത്തിൻ്റെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയും എന്ന് തിരിച്ചറിഞ്ഞു. ടൂറിസവും അതുവഴി പരമ്പരാഗത തൊഴിലുകളും വ്യവസായങ്ങളും പഴയ പ്രൗഢിയിലേക്ക് വീണ്ടെടുക്കാനാകും എന്നും തിരിച്ചറിഞ്ഞു. ജൈവിക സവിശേഷതകളാലും മത സൗഹാർദ്ദത്താലും ചരിത്രപരമായ സവിശേഷതകളാലും സമ്പന്നമായ ഈ പുഴയോരം വിനോദസഞ്ചാര ഭൂപടത്തിലെ ശ്രദ്ധാകേന്ദ്രമായി മാറും എന്നതിൽ സംശയമില്ല. വെള്ളാങ്കല്ലൂരിനും അയൽ പ്രദേശങ്ങൾക്കും വലിയ വികസന സാധ്യതകൾ തുറന്നിടുന്നു. പൂവത്തുംകടവിന് തെക്കുവടക്കുമായ പ്രദേശങ്ങളെ
2 സോണുകളായി തിരിച്ച് വൈവിധ്യമാർന്ന വിനോദസഞ്ചാര വിഭവ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പദ്ധതികൾക്ക് രൂപം കൊടുക്കുവാനുമാകും. കെട്ടുചിറ മുതൽ കടലായി വരെയുള്ള 4 കിലോമീറ്റർ ദൈർഘ്യത്തിൽ വിനോദസഞ്ചാര ബോട്ട് സർവീസും അനുബന്ധ സൗകര്യങ്ങളും പുഴയോര വിപണന കേന്ദ്രങ്ങളും പൊതുമഹിമ വിളിച്ചോതുന്ന വിശ്രമയിടങ്ങൾ, കുട്ടികളുടെ പാർക്ക്, ശലഭോദ്യാനം, പക്ഷി സങ്കേതം, കളിക്കളം, നാടൻ കള്ളുഷാപ്പ്, ആയുർവേദ മസാജിംഗ് സെൻറ്റർ, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓപ്പൺ തിയേറ്റർ, ഓപ്പൺ ഓഡിറ്റോറിയം, സാംസ്കാരിക സമുച്ചയം, നടപ്പാതകൾ, പാതയോര വിളക്കുകൾ, ക്ഷേത്രോത്സവങ്ങളുടെ ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്ന സംവിധാനങ്ങൾ തുടങ്ങിയ പദ്ധതികൾ പ്രകൃതിക്ക് യാതൊരു കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ ഘട്ടം ഘട്ടമായും മുസിരിസ് പൈതൃക പദ്ധതിയുമായി പങ്കുചേർന്നും നൂതന ആശയങ്ങളോടുകൂടിയ പദ്ധതികളും ആവിഷ്കരിക്കാൻ ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മികച്ച പാരമ്പര്യവും പ്രകൃതി രമണീയവുമായ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കേരളത്തിൻ്റെ ടൂറിസം പദ്ധതിയിൽ ഒരു മികച്ച പ്രദേശമാക്കി മാറ്റുക എന്നുള്ളതാണ് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൻ്റെ ദൗത്യം. ഞാൻ മുകേഷ്, വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ പഞ്ചായത്തിലും ടൂറിസ്റ്റ് പദ്ധതിക്ക് രൂപം നൽകുകയാണ്. അതിൻ്റെ ഭാഗമായി വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് പ്രകൃതി രമണീയമായ അനേകം സ്ഥലങ്ങളുണ്ട്. അതിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ പ്രദേശത്തെ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന പദ്ധതിക്കാണ് നമ്മൾ രൂപം നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ചീപ്പഞ്ചിറ എന്ന പ്രദേശത്ത് എല്ലാ സ്വാഭാവികതയും നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരുടെയും സഹകരണവും സഹായങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറ്റവും നല്ല ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റുവാനുള്ള തുടക്കമാണ് നമ്മൾ ഇന്ന് കുറിക്കുന്നത്. അതിന് എല്ലാവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ വെച്ച് 50 ലക്ഷം രൂപയുടെ സംസ്ഥാന സഹായവും 50 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും വകയിരുത്തിക്കൊണ്ട് വലിയൊരു ടൂറിസം പദ്ധതിയാണ് ചീപ്പുചിറയിൽ നമ്മൾ ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ആഭ്യന്തര ടൂറിസ്റ്റുകൾക്ക് തന്നെ വന്ന് അവിടങ്ങൾ കണ്ട് ആസ്വദിച്ച് അവിടുത്തെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി തിരിച്ചു പോകാനുള്ള ഒരു മേഖല എടുത്തു പറയേണ്ടത് കാർഷിക രംഗമാണ്. ഗ്രാമപഞ്ചായത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഉൾനാടൻ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള പുരയിട കൃഷി ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും. അവരുടെ ക്ഷേമത്തിനായി കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഓരോ വികസന പദ്ധതിയിലും ഓരോ വർഷവും നടപ്പിലാക്കുന്ന വാർഷിക പദ്ധതിയിലും നല്ലൊരു തുക ഗ്രാമപഞ്ചായത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. കാർഷിക മേഖലയ്ക്കായിട്ടുള്ള കൃഷി കീടരോഗ ക്ലിനിക്കുകൾ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. അതിനോടൊപ്പം ഇക്കോ ഷോപ്പുകൾ, അതൊരു പുതിയ മാതൃകയാണ്. ഇക്കോ ഷോപ്പുകൾ നടപ്പിലാക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് അരമണിക്കൂറിനുള്ളിൽ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള സംവിധാനം ഇപ്പൊ ഇവിടെ ലാബിലുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ ഫണ്ടിൽ നമുക്ക് മറ്റേ ഇതിന്റെ പ്രവർത്തനം ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ജൈവ രീതിയിലുള്ള കീടനാശിനികൾ നമുക്കിപ്പോ പഞ്ചായത്തിന് ഒരു 50,000 രൂപ ഫണ്ടിന് തരുന്നുണ്ട്. അതിനാണ് ഇപ്പൊ ഞങ്ങള് ട്രൈക്കോഡർമ, ബിവേറിയ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. വേപ്പെണ്ണ ജൈവധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികളാണ്. ഇതൊക്കെ കുറേയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയ ഈ വർഷത്തെ വീണ്ടും നമുക്ക് ഫണ്ട് 50,000 കൂടി പാസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും സാധനങ്ങൾ വാങ്ങി കർഷകർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ അവർ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ മിക്കവാറും ഉണ്ടാവുന്ന കൂടുതൽ പ്രശ്നങ്ങൾക്കുള്ള
ജൈവ കീടനാശിനികളാണ് ഞങ്ങളിവിടെ വാങ്ങി വെക്കുന്നത്. അപ്പോൾ ഒരുവിധം കാര്യങ്ങൾക്കുള്ളത് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഇവിടുന്ന് ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കാനും ഇപ്പോൾ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയായിരുന്നു ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ടായത്, ബുധനാഴ്ചയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഫ്രൂട്ട് ബോറർ എന്ന് പറയും, ഫ്രൂട്ട് ബോററായിട്ട് കണ്ട അതിൻ്റെ സിംറ്റംസിൽ കൊണ്ടുവന്നിട്ട് ക്ലോറോഫോമും പിന്നെ ഫോർമാലിനും ഡിസ്റ്റിൽഡ് വാട്ടറും മിക്സ് ചെയ്തിട്ട് ഇതിൽ സൂക്ഷിച്ച് വെക്കുന്നതാണ്. ഇതിൽ അതുപോലെ ഓരോ ഇത് വാഴയുടെ നിമാവര, പിന്നെ പയറിലെ തണ്ടുതുരപ്പൻ, അങ്ങനെ ഓരോ സിംറ്റംസ് കാണുന്നത് ഫീൽഡിൽ പോയിട്ട് കളക്ട് ചെയ്തിട്ട് ഇവിടെ വയ്ക്കും. കൃഷിഭവനാണത്. ഇവിടെ പ്രധാനമായിട്ടും ജനകീയാസൂത്രണ പദ്ധതിയിൽ നമ്മൾ ഏതാണ്ട് ഒരു 50 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളും ഇപ്രാവശ്യം അത്രയും തന്നെ എമൗണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പ്രധാനമായും 7 പ്രൊജക്റ്റുകളാണ് നമ്മൾ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്നത്. അതിൽ സമഗ്ര പുരയിട കൃഷി, അതായത് തെങ്ങിന് വളം, അതാണ് കർഷകർക്ക് പ്രധാനമായിട്ടുള്ളത്. അത് ഏതാണ്ട് 20 ലക്ഷത്തിന് മേലെ തന്നെ ആ പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നെൽകർഷകർക്ക് കൂലിച്ചെലവ് സബ്സിഡി, അത് 18 ലക്ഷം രൂപയോളാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. പിന്നെ നെൽകർഷകർക്ക് വിത്ത് വിതരണം, അത് പൂർണ്ണമായും സൗജന്യമാണ്. വിത്ത് പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് വിത്ത് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ മട്ടുപ്പാവ് മൺചട്ടി വിതരണം എന്നൊരു സ്കീം വെച്ചിട്ടുണ്ട്. അത് വീടുകൾക്ക് 10 ചെട്ടി വീതം നമ്മൾ ഓരോ വീടുകളിലേക്ക് ചെട്ടി വിതരണം, എല്ലാ തൈകളും എല്ലാം നിറച്ച് വിതരണം നടത്തുക എന്നുള്ള സ്കീമാണ്. അത് ഏതാണ്ട് 8 ലക്ഷം രൂപയോളം നമ്മളത് ഫണ്ട് കണ്ടിട്ടുണ്ടതിന്. പിന്നെ നെൽകൃഷികർക്ക് കുമ്മായ വിതരണം, കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമാണ് ഈ വർഷം. കഴിഞ്ഞ വർഷം നമ്മൾ കുമ്മായ വിതരണം നടത്തിയിരുന്നില്ല. ഈ വർഷം 1,87,500 രൂപ തന്നെ കുമ്മായത്തിന് വേണ്ടി നെൽകർഷകർക്ക് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ കൃഷിഭവൻ വിള ആരോഗ്യ കേന്ദ്രം, അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർഷകർക്ക് എങ്ങനെയാണെങ്കിൽ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ടാകും, അവർക്ക് കീടങ്ങളും കേടുകളും അവർക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ചെയ്യാനോ അവർക്ക് അറിയണില്ല. അപ്പം നമ്മൾ അവരുടെ കീടങ്ങളും ഒക്കെ നമ്മുടെ ഓഫീസിൽ വന്ന് പറയും, നമ്മളവരെ സ്ഥലം പരിശോധിക്കുകയും അതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിന് ചെറിയ മരുന്നും കാര്യങ്ങളാണെങ്കിൽ കൃഷിഭവനിലുണ്ട്. അതിന് 50,000 ആണ് നമ്മുടെ പഞ്ചായത്ത് അനുവദിച്ചാണ്. ആ പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് വെച്ചിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ കർഷകർ കൃഷിഭവന് വരും തോറും അതിനനുസരിച്ച് നമ്മൾ കർഷകരുടെ ഇടങ്ങളിൽ പോയി അത് കൊടുക്കുകയാണ് ചെയ്യുക. മീൻസ് കർഷകർ ഇവിടെ വന്ന് മേടിക്കും, അത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് കൃഷിഭവൻ പോകുന്നത്. ഇപ്പോൾ മറ്റൊന്ന്, ഗ്രാമപഞ്ചായത്തിൻ്റെ പഴയകാലത്ത് കൃഷി ചെയ്തിരുന്നതൊന്നും കാലാവസ്ഥ വ്യതിയാനം മൂലവും ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മൂലം കൃഷി ചെയ്യാതിരുന്ന ഒരുപാട് കൃഷിഭൂമികളെ വീണ്ടും, പാടശേഖരങ്ങളെ വീണ്ടും കതിരണിയിക്കുന്നതിനായിട്ടുള്ള തരിശുഭൂമിയിലെ കൃഷി, അതായത് തരിശുരഹിത ഗ്രാമപഞ്ചായത്ത് എന്ന രീതിയിൽ മാറ്റുന്നതിന് കൃഷി ഓഫീസിൻ്റെ പിന്തുണയോടെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് പാടശേഖര സമിതിയുടെയൊക്കെ സംയുക്ത പ്രവർത്തനത്തിന് ഭാഗമായി ഏക്കർ കണക്കിന്, ഹെക്ടർ കണക്കിന് സ്ഥലം നമ്മൾ വീണ്ടും കതിരണിയിച്ചു കൃഷിയോഗ്യമാക്കി എന്നുള്ളത് കാർഷിക മേഖലയിലെ ഏറ്റവും മികച്ച ഒരു പ്രവർത്തനമാണ്. പ്രിയമുള്ളവരെ, വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കലാകായിക സാഹിത്യ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയ വിവിധങ്ങളായുള്ള മേഖലയിൽ ഉയർന്നു വരുന്ന കലാകാരന്മാരുടെ കൃതഹസ്തരായ പരിണതപ്രജ്ഞരായ ആ മേഖലകളിൽ നിരവധി സംഭാവന ചെയ്തിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു ജന്മസ്ഥലം കൂടിയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഗ്രാമപഞ്ചായത്ത് എല്ലാ വാർഷിക പദ്ധതിയിലും കലാകായിക സാംസ്കാരിക മേഖലയ്ക്കായി വലിയൊരു തുക മാറ്റിവെക്കാറുണ്ട്. നാടകോത്സവങ്ങൾ, കേരളോത്സവത്തിലെ മികച്ച പ്രകടനം, ഏതൊരു പരിപാടി വെച്ചാലും നാടൻ പാട്ട് മേഖലയിൽ നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നു, നാടകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, നാടൻ പാട്ടുകളുടെ പരിപാടികൾ വയ്ക്കുന്നു, മത്സരങ്ങൾ വയ്ക്കുന്നു. ഓണാഘോഷമെല്ലാം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു നാടിൻ്റെ ഒന്നായിട്ടുള്ള ആഘോഷമായിട്ടാണ് നമ്മൾ നടത്താറ്. ഓണച്ചന്തയായാലും നമ്മൾ മനോഹരമായ കലാസന്ധ്യകളോടുകൂടിയാണ് ഇവിടെ സംഘടിപ്പിക്കാറുള്ളത്. കലാകാരന്മാരുടെയും കായിക പ്രതിഭകളുടെയും സാഹിത്യ പ്രതിഭകളുടെയൊക്കെ ഒരു നാടായ ഈ വെള്ളാങ്കല്ലൂരിന് അനുപൂരകമായി അതിനനുസരിച്ചുള്ള പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നത്. എന്നും വെള്ളാങ്കല്ലൂർ കേരളോത്സവത്തിൽ ബ്ലോക്ക് തലത്തിൽ ഒന്നാമത് നിൽക്കെ ജില്ലാതല മത്സരങ്ങൾക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ നാടകക്കാരുടെയും സിനിമാ പ്രവർത്തകരുടെയും ഒരു ഇറ്റില്ലം കൂടിയാണ് വെള്ളാങ്കല്ലൂർ. ഇത്തവണത്തെ സംസ്ഥാന സിനിമാ അവാർഡ് പ്രഖ്യാപിച്ചു. മികച്ച ബാലനടൻ, മികച്ച സംവിധായകൻ തുടങ്ങി ഒന്നിലേറെ അവാർഡുകൾ നേടാൻ ഗ്രാമപഞ്ചായത്തിനായിട്ടുണ്ട്. സാംസ്കാരിക മേഖലയിലെ ഇടപെടൽ കൊണ്ട് ജനങ്ങളുടെ പങ്കാളിത്തം ഗ്രാമസഭകളിലായാലും ഇവിടെ നടത്തുന്ന ഏതൊരു ചെറിയ പരിപാടിക്കായും വൻതോതിൽ ജനപങ്കാളിത്തം ഉണ്ടാകാൻ അത് ഗ്രാമപഞ്ചായത്തിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. മറ്റൊന്ന്,
വയോജന രംഗത്ത് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള മാതൃകാപരമായ പ്രോജക്റ്റുകളാണ്. സന്തോഷിക്കാനും കുറച്ച് വന്ന് നേരം ചെലവഴിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായ രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് വനിതാ ഹെൽത്ത് ക്ലബ്ബ് ജനങ്ങൾക്ക് വേണ്ടി ഈ തുറന്നിട്ടുള്ള ഹെൽത്ത് ക്ലബിലും അനേകം പേര് വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ദീർഘകാലത്തെ സ്വപ്നമായിട്ടുള്ള അറവുശാല ഏകദേശം ജില്ലാ പഞ്ചായത്ത് ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടും ഗ്രാമപഞ്ചായത്ത് ഫണ്ടും കൂടിയും വെച്ചുകൊണ്ട് ജില്ലക്കകത്ത് ഏറ്റവും നല്ല രീതിയിലേക്ക് അറവുശാല പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോകുന്നു. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് വനിതാ ശിശു സംരക്ഷണ മേഖലയാണ്. കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ എന്നൊരു തസ്തികയുള്ള അപൂർവം പഞ്ചായത്തുകളിൽ ഒന്നാണ് വെള്ളാങ്കല്ലൂർ. ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള നടക്കുന്ന ഈ കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ വഴിയുള്ള കൗൺസിലിങ്ങുകൾ, അതുമാതിരി ജാഗ്രതാ സമിതികൾ, വാർഡ് തലത്തിൽ നടത്തുന്ന ജാഗ്രതാ സമിതികളുടെ നേതൃത്വത്തിൽ വനിതകളുടെയും ശിശുക്കളുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും വനിതകൾക്കും ശിശുക്കൾക്കായി പ്രത്യേകം ഗ്രാമസഭകൾ സംഘടിപ്പിക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിനെ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അംഗനവാടികൾ വഴി പോഷകാഹാരം വിതരണം ചെയ്യുന്നതും അമൃതം യൂണിറ്റുകൾ ആരംഭിച്ചുകൊണ്ട് അവർക്ക് നല്ല ഭക്ഷണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ബാല്യകൗമാര ശൈശവങ്ങളിൽ കുട്ടികളുടെ ആരോഗ്യ മേഖലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ ഗ്രാമപഞ്ചായത്തിനായിട്ടുണ്ട്. കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്ററുടെ നേതൃത്വത്തിൽ തന്നെ ജാഗ്രത സമിതികളുടെ സഹകരണത്തോടെ സെക്സ് എഡ്യൂക്കേഷൻ രംഗത്തിലും പോസ്റ്റ് പാരന്റിംഗ് മേഖലയിലും നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ക്ലാസുകളും സെമിനാറുകളും നടത്താൻ ഗ്രാമപഞ്ചായത്തിനായിട്ടുണ്ടെന്നുള്ളത് ഈ മേഖലയിലെ മറ്റൊരു നേട്ടമാണ്. അടിസ്ഥാന ഉത്തരവാദിത്തങ്ങളൊന്നായ മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച നേട്ടമാണ് ഹരിത കർമ്മസേനയിലൂടെ ഗ്രാമപഞ്ചായത്ത് നേടിയിരിക്കുന്നത്. 21 വാർഡുകളിലായി 42ഓളം വരുന്ന ഹരിത കർമ്മസേന രൂപീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ പരിശീലനവും തുടർ പ്രോത്സാഹനവും ഒക്കെ നൽകിക്കൊണ്ട് വിപുലമായ ഒരു NCF ഒരുക്കിക്കൊണ്ട് ഏതാണ്ട് 4 ലക്ഷത്തിലധികം രൂപ പ്രതിമാസം യൂസർ ഫീ കളക്ട് ചെയ്തുകൊണ്ട് 2 ടണ്ണോളം വരുന്ന അജൈവ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് നൽകി സംസ്കരിക്കുന്ന ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് ജില്ലയിലെ മികച്ച ഒരു മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കുന്ന പഞ്ചായത്തായിട്ട്. അതുപോലെ തന്നെ കുടിവെള്ള രംഗത്ത് വാട്ടർ അതോറിറ്റി നടത്തിയിരുന്ന കുടിവെള്ള വിതരണം ജലനിധി എന്ന പദ്ധതിയിലേക്ക് മാറിയപ്പോൾ അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായ ടാങ്കും മറ്റൊക്കെ ഒരുക്കിക്കൊണ്ട് കുടിവെള്ള മേഖലയിലും നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ച് 3ഓളം സ്ഥലങ്ങളിൽ വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് ശുദ്ധമായ കുടിവെള്ളം ജനങ്ങൾക്ക് നൽകുവാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയും. മറ്റൊന്ന് ജലസംരക്ഷണ മേഖലയിലാണ്.
ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ നിമ്നോന്നതമായ ഉയർച്ച താഴ്ചയിലുള്ള ഭൂപ്രദേശത്തിനനുസരിച്ച് പ്രത്യേകിച്ച് കാനോലിക്കലകളിനോട് ചേർന്ന് കിടക്കുന്ന പടിഞ്ഞാറ് വശത്ത് ഉപ്പുവെള്ളത്തിൻ്റെ സാന്നിധ്യം, സലൈൻ വാട്ടർ ഉള്ളതുകൊണ്ട് തന്നെ കുടിവെള്ളക്ഷാമമുള്ള പ്രദേശങ്ങളിലൊക്കെ നാശോന്മുഖമായി കിടന്ന 3-4 കുളങ്ങൾ, പ്രത്യേകിച്ച് അമ്മാറ്റുകുളം, ചതുരക്കുളം തുടങ്ങിയ കുളങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വലിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ, മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. നമുക്കറിയാം, ഏറെക്കാലമായിട്ട് ശോചനീയാവസ്ഥയിൽ ഇരുന്നിരുന്ന കുളം അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിലേക്ക് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ പൂർത്തീകരണത്തോടു കൂടി ആ ഭാഗത്തുള്ള ശുദ്ധജല സംരക്ഷണവും അതോടൊപ്പം കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള വെള്ളം ലഭ്യമാണ്. തൃശ്ശൂർ കോർപ്പറേഷന്റെ നഗരസഞ്ചയ പദ്ധതിയിലും അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. തൃശ്ശൂർ കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന നഗരസഞ്ചയ ഫണ്ടും അതുപോലെ തന്നെ വെള്ളാനം ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടും ഉപയോഗിച്ചിട്ടാണ് ഈ കുളത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏകദേശം 56 ലക്ഷം രൂപ ഈ പ്രൊജക്റ്റിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ ഇതുപോലുള്ളൊരു ജലസ്രോതസ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ കുന്നത്തൂർ പ്രദേശം കുടിവെള്ളക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഏകദേശം 260ഓളം വരുന്ന കുടുംബങ്ങളിലെ കിണറുകളിൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിലൂടെ ഈ പ്രദേശത്തെ കിണറുകളിലെ വാട്ടർ ലെവൽ വർദ്ധിക്കുകയും അങ്ങനെ അടുത്ത മൺസൂൺ കഴിയുന്നതോടുകൂടി ഈ പ്രദേശത്തെ ജലക്ഷാമത്തിന് ഒരു ചെറിയ രീതിയിലെങ്കിലും അറുതി വരുമെന്നാണ് ഈ പദ്ധതിയിലൂടെ വിശ്വസിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ അമ്മാറ്റുകുളം സ്ഥിതി ചെയ്യുന്നത് കണ്ണോളിച്ചിറ പാടശേഖരത്തിലാണ്. പ്രധാനമായിട്ടും കണ്ണോളിച്ചിറ പാടശേഖരത്തിൽ നെൽകൃഷിയാണ് കൃഷി ചെയ്യുന്നത്. കാലാവസ്ഥാ വ്യതിയാനം അനുഭവപ്പെടുന്ന സമയങ്ങളിൽ വരൾച്ചയെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ഒരു മിനി ഇറിഗേഷൻ പ്രൊജക്റ്റിലൂടെ നമുക്ക് ഈ കണ്ണോളിച്ചിറ പാടശേഖരത്തിൽ നെൽകൃഷിക്ക് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഈ കുളത്തിൻ്റെ ഉപയോഗം നടത്താൻ സാധിക്കും. അതോടൊപ്പം ഈ കുളങ്ങളിലെ വശങ്ങളൊക്കെ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് വയോജന പാർക്കുകൾ, കുട്ടികൾക്കുള്ള പാർക്കുകൾ എന്നിവ സ്ഥാപിക്കാനും കഴിഞ്ഞത് ഒരു മികച്ച നേട്ടമായി കരുതുന്നു. മറ്റൊന്ന്, പട്ടികജാതി വികസന മേഖലയിൽ മികച്ച നേട്ടം കൈവരിക്കാൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിജയകരമായ ശ്രമത്തിൻ്റെ ഫലമായി പട്ടികജാതി വിഭാഗക്കാർ കൂടുതൽ താമസിക്കുന്ന താണിയത്തുകുന്നിനെ അംബേദ്കർ ഗ്രാമമായി ഏറ്റെടുത്തുകൊണ്ട് 1 കോടി രൂപ സർക്കാർ സഹായത്തോടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അവിടുത്തെ വീടുകൾക്ക് 2 ലക്ഷം രൂപ വീതം 25 വീടുകൾക്ക് 50 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോവുകയാണ്. 1 കോടിയിൽ ബാക്കിയുള്ള 50 ലക്ഷം കൊണ്ട് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ്, കാന, വൈദ്യുതി തുടങ്ങിയ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുന്നതോടെ അംബേദ്കർ ഗ്രാമം എന്ന താണിയത്തൂന്നുകാരുടെ ഏറെ നാളായുള്ള സ്വപ്നം പൂർത്തീകരിക്കാൻ ഈ ഭരണസമിതിക്ക് ആവും എന്നുള്ളത് മറ്റൊരു മികച്ച നേട്ടമായി എടുത്തു പറയാം. മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഉൽപാദന മേഖലയിൽ ഇടപെടേണ്ടത് ആവശ്യമാണെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ബോധ്യമുണ്ട്. സർക്കാരിൻ്റെ സംരംഭക വർഷ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ ഉൽപാദന യൂണിറ്റുകൾ, സംരംഭക യൂണിറ്റുകൾ ആരംഭിച്ചതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വെള്ളാങ്ങല്ലൂരിന് ലഭിച്ചത് ആ പ്രവർത്തനങ്ങളുടെ ഒരു നേട്ടമായി ഞങ്ങൾ കരുതുന്നു. വീട് വീടാന്തരം കയറിയിറങ്ങി ഉൽപാദന യൂണിറ്റുകൾ, സംരംഭക യൂണിറ്റുകൾ തുടങ്ങാനുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് വലിയൊരു സെമിനാർ തന്നെ നടത്തി, ഏകദിന സെമിനാർ തന്നെ നടത്തിക്കൊണ്ട് അവർക്കുള്ള പരിശീലനം നൽകിക്കൊണ്ട് 150-ൽ പരം സംരംഭങ്ങൾ പുതുതായി ഈ
മറ്റൊന്ന് അടിസ്ഥാന സൗകര്യം. നമ്മളുടെ റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും പുനരുദ്ധാരണം, പുതിയ റോഡുകളുടെ നിർമ്മാണം തുടങ്ങിയവ, അതുപോലെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണം, പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം, പുതിയ അംഗനവാടികളുടെ നിർമ്മാണം തുടങ്ങിയ മേഖലയിൽ, പാശ്ചാത്തല മേഖലയിൽ വലിയ തോതിൽ ഫണ്ട് മാറ്റിവെക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത്. തനത് ഫണ്ട് ഇനത്തിൽ കിട്ടുന്ന വിവിധ മേഖലകളിൽ നിന്നും തനത് ഫണ്ട് ഇനത്തിൽ കിട്ടുന്ന തുകകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൺവെർജൻസിൻ്റെ ഭാഗമായി NRIGSഉം ബ്ലോക്ക് ജില്ലാ ഫണ്ടുകളും സംസ്ഥാന ഫണ്ടുകളും ICDSന്റെ ഉൾപ്പെടെയുള്ള ഫിനാൻസ് കമ്മീഷൻ്റെ ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ചേർത്ത് നല്ലൊരു പദ്ധതി തയ്യാറാക്കി പശ്ചാത്തല നിലയിൽ എല്ലാ വാർഡുകളിലും തന്നെ പുതിയ റോഡുകളും നിലവിലുള്ള റോഡുകളുടെ പുനരുദ്ധാനവും നടത്തി മികച്ച അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റൊരു നേട്ടമായി എടുത്തു പറയാവുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടം സാക്ഷരതാ രംഗത്താണ്. കേരളം സാക്ഷരതയിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിൻ്റെ ചൂട് പറ്റിക്കൊണ്ട് ഉല്ലാസ് എന്നുള്ളൊരു പദ്ധതി നമ്മുടെ നാട്ടിലെത്തിയ അതിഥി തൊഴിലാളികളെയും ഉൾപ്പെടെ സാക്ഷരരല്ലാത്ത എല്ലാവരെയും അക്ഷരം പഠിപ്പിച്ചു, വായിക്കാനും എഴുതാനും പഠിപ്പിച്ചുകൊണ്ട് അവരെ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി വിജയിപ്പിച്ച ഒരു നേട്ടവും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ സാക്ഷരതാ മേഖലയിൽ ഉണ്ട് എന്നത് ഏറെ അഭിമാനാർഹമാണ്. നമസ്കാരം, എൻ്റെ പേര് ഋഷി കെ. ഞാൻ വെള്ളാങ്കൽ പഞ്ചായത്തിലെ സെക്രട്ടറിയാണ്. വെള്ളാങ്കൽ പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലെ വെള്ളാങ്കൽ ബ്ലോക്കിൽ പെടുന്ന 21 വാർഡുള്ള പഞ്ചായത്താണ്. ഞാനിവിടെ സെക്രട്ടറി ചാർജ് എടുക്കുന്നത് 2022 മെയ് 5-ാം തീയതിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഭരണസമിതിയോടൊപ്പം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, ശുചിത്വം, അങ്ങനെ പല രംഗങ്ങളിലും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന പദ്ധതികൾ, പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട്, പിന്നെ 9 മണിക്കൂർ ഡോക്ടറിൻ്റെ സേവനം ഉറപ്പുവരുത്തി ഉച്ച കഴിഞ്ഞും OP പ്രവർത്തിക്കുന്നുണ്ട്. 2 സബ് സെൻ്ററുകൾ ഇപ്പോൾ തറക്കല്ലിടുന്നു. എല്ലാ സബ് സെൻ്ററുകളും പ്രവർത്തിപ്പിക്കാനാണ് തീരുമാനം. ആഴ്ചയിൽ ഒരിക്കലും ഒരു സബ് സെൻ്ററിൽ ഡോക്ടർ സേവനം ലഭ്യമാക്കുക. പിന്നെ മാലിന്യ രംഗത്ത് നമ്മൾ വളരെ അധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ ബ്ലോക്കിലെ പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ഹരിതകർമ്മസേന വോളണ്ടിയേഴ്സ് ഉള്ളത് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലാണ്. 2 ഇലക്ട്രിക് ഓട്ടോ നമ്മൾ ഒന്ന് തനത് ഫണ്ട് വെച്ചും ജില്ലാ പഞ്ചായത്തിൻ്റെ ഇതിൽ വെച്ച് ഫണ്ട് വെച്ച് ചെയ്തിട്ടുണ്ട്. വാട്ടർ ATM 2 പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ വാട്ടർ ATM സ്ഥാപിച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് ജനങ്ങൾക്ക് അത് വളരെയധികം സഹായമായിരുന്നു. സംരംഭ രംഗത്ത് മികച്ച സംരംഭത്തിനുള്ള അവാർഡ് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വൺ ലോക്കൽ ബോഡി വൺ ഐഡിയ, അതായത് ശുദ്ധജല സംരക്ഷണം, സ്ലൂയിസ് ബണ്ട് തുടങ്ങിയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ജലസംരക്ഷണത്തിനുള്ള അവാർഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. 4 നമ്മുടെ ശുദ്ധജല കുളങ്ങൾ നമ്മൾ റിനോവേറ്റ് ചെയ്തു. അതിലിപ്പം ആളുകൾക്ക് ഉപയോഗത്തിനായി ലഭ്യമാക്കിയിട്ടുണ്ട്. ഞാൻ ഈ പഞ്ചായത്തിൽ ചാർജ് എടുത്തിട്ട് 2 വർഷം 2 മാസം കഴിഞ്ഞു. ഇപ്പം വളരെ അഭിനന്ദനമായ രീതിയിൽ പഞ്ചായത്ത് ഭരണസമിതിയും ഒപ്പം തന്നെ ചേർന്ന് നിന്ന് വളരെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം പ്രവർത്തിക്കാൻ ഞാനുണ്ടാവും. ഞാൻ ഫസ്ന റിജാസ്, വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. 2021 ഡിസംബറിലാണ് ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഈ പഞ്ചായത്തിൽ എത്തിയത്. 2022 ഓഗസ്റ്റ് മാസത്തിൽ വൈസ് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റു. അതുപോലെ തന്നെ നമ്മുടെ ജനകീയാസൂത്രണം 25 വർഷം പിന്നിടുന്ന ഈ വേളയിൽ തൃശ്ശൂർ ജില്ലയിലെ തന്നെ മികച്ച പഞ്ചായത്തുകളിലൊന്നായി പേരെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ പദ്ധതികളായ പലതും അമ്മാറ്റുകുളം, അതുപോലെ തന്നെ ചെറുകുളം, അതുപോലെ മറ്റ് പ്രോജക്റ്റുകളെല്ലാം ജില്ലയിൽ നല്ല മികച്ച പദ്ധതിക്കുള്ള അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 100% ഇതിക്കായ മുൻപന്തിയിലാണ്. ഇതുവരെ പദ്ധതികളെല്ലാം എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. 2024-25 വർഷം നല്ലൊരുള്ള പ്രൊജക്റ്റുകളൊക്കെ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ദിവസം നല്ല രീതിയിലുള്ള പദ്ധതികൾക്ക് തുടക്കമിട്ട് ഞാൻ സംസ്ഥാനത്ത് എത്തി.